അപ്പോൾ നമ്മൾ വീണ്ടും കണ്ണൂർ ഗ്രീൻ സൈബർ മാർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ കൂടെ ഒരുപാട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി കടന്നു പോകുന്നുണ്ട്. അവർ തിരക്കിലായിരുന്നു കേട്ടോ. സ്കൂൾ പർച്ചേസ് ആണോ എന്താണെന്ന് അറിയില്ല. മോളൊക്കെ ഒരുപാട് ഹാപ്പിയിലാണ് അല്ലേ? എന്താണെന്ന് അറിയില്ല. ഓക്കെ, ഒന്ന് പരിചയപ്പെടാം. നിജിൽ. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ ബാംഗ്ലൂർ IT ഫീൽഡിൽ ബാംഗ്ലൂരിലാണ്. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് റിൻസി. ഞാൻ സ്റ്റാർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു. സ്റ്റാർ ഹെൽത്തിൽ ഇൻഷുറൻസ് ലെവലിലാണ്. ഓക്കെ, ശൈലി. പറയൂ, എന്താ ചെയ്യുന്നെന്ന് പറയൂ. ഞാൻ സ്കൂളിൽ പഠിക്കുന്നു. എവിടെ പഠിക്കുന്നു അത് പറ. റാണി ജയിൽ. എത്രാം ക്ലാസ്സിൽ? ഇനി 2ലേക്ക്. 2ലേക്കാണോ? ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരന്റെ പേര് പറഞ്ഞു. പേര് പറ കേക്കട്ടെ. കശ്യപ്. അപ്പം കുറെ കാലമായി ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് 13 വർഷമായി. ശരിക്കും നാട് ചൂസ് ചെയ്യാണ്ട് നമ്മുടെ ബാംഗ്ലൂർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ആ സമയത്ത് അവിടെയായിരുന്നു കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. നാട്ടിലുണ്ട്, നാട്ടിലേക്ക് വേണമെങ്കിൽ മാറണം എന്നുള്ളതുണ്ട്. അപ്പൊ കമ്പനിക്ക് തന്നെ നാട്ടിൽ ഇതുണ്ടെന്നാണോ? ഏതാ കമ്പനി? ഒന്ന് പേര്. ഓക്കെ, നാട്ടിലേക്ക് മാറാനുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. കമ്പനിയില്ല, നമുക്ക് വേണമെങ്കിൽ മറ്റ് ഓപ്പർച്യൂണിറ്റീസ് മറ്റ് കമ്പനികളുണ്ട് ഇപ്പോൾ നാട്ടിൽ. ഓക്കെ. അവിടെ ശരിക്കും നമ്മുടെ നാടിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പം നമ്മുടെ ശരിക്കും നാട്ടിലാണോ ബാംഗ്ലൂരാണോ ശരിക്കും ഒരു നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ കിട്ടുന്നത് എവിടെയാണ് ശരിക്കും? വർക്ക് അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നാട് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ ഒരു ഇതില്ല. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതിപ്പം സിറ്റീസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാവും. ഓരോ സിറ്റിക്കും അതിൻ്റെതായ കൾച്ചറുകളുണ്ട്, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാവും. അല്ലാതെ വർക്കിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അതിൻ്റെ ഒരു കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. ശരിക്കും മാഡം ഇവിടെ തന്നെയാണല്ലോ ചെയ്യുന്നത്? ഇവിടെ തന്നെയാണ്. അതിന്റെ ഒരു മിസ്സിങ്ങും ഇതൊക്കെ ഉണ്ടാവില്ല. അപ്പം ശരിക്കും നാട്ടിലേക്ക് വരണമെന്ന് ഞാൻ കൂടുതൽ വർക്ക് ഫ്രം ഹോമാണ്. അപ്പം പിന്നെ പ്രശ്നമില്ല. അപ്പം ഇത്രയും നേരം പറഞ്ഞത് അത് തിരിച്ചെടുത്തിട്ടോ. അപ്പം കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണോ ലെവലിലേക്ക് വന്നത്? അപ്പം എങ്ങനെയുണ്ട്? വർക്ക് ഫ്രം ഹോമാണ്. മാഡത്തിന് പോകണ്ടേ? ഡെയിലി പോകണം. എവിടെയാണ് ഓഫീസ്? എവിടെയാണ് വരുന്നത്? തലശ്ശേരിയിലാണ് വരുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ ഒക്കെ ഒരുപാട് ഇപ്പം എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻഷുറൻസുകളാണ്. നമ്മുടെ ഒരുപാട് ടീംസ് ഉണ്ട്, SBI പോലത്തെ ഒരുപാട് ടീംസ് ഇപ്പോൾ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട് ആ ഇൻഷുറൻസ് ഫീൽഡിൽ എങ്ങനെയുണ്ട് ശരിക്കും? ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഒരുവിധ ആൾക്കാർക്ക് തന്നെ ഒരു ബോധമുണ്ട് ഇൻഷുറൻസ് എടുത്ത് വെക്കണം എന്നുള്ളത്. പിന്നെ നമ്മളെ ഹോസ്പിറ്റലുകളൊക്കെ കൂടുതലും ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ഏറ്റെടുത്തോടുകൂടി ഹോസ്പിറ്റലിൽ വരുന്ന എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നായിരിക്കും നമ്മൾ അതുവരെയുള്ള സമ്പാദ്യം മുഴുവനല്ലേ ഒരുപക്ഷെ പിന്നീട് എല്ലാം കൂടെ നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷൻ വരുന്നത്. എല്ലാം കൂടെ അവിടെ പിന്നെ ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് ഒന്നേന്ന് തുടങ്ങണം എന്നുള്ളൊരു, അപ്പോൾ അസുഖം മാറിയാൽ പോലും പിന്നെ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാർ അവർ ഓക്കെയാണ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്നുള്ളത് ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് അവർക്ക് തന്നെ അറിയാം. വലിയൊരു പ്രശ്നമില്ല. അതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പൊതുവേ ഇപ്പം എല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഇതിൻ്റെ ഫോർമാലിറ്റീസ് ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കുറച്ച് പ്രശ്നങ്ങളെല്ലാം പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്താ പറയുക, നമ്മളിപ്പോൾ നോർമലി നിലവിൽ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ പോളിസി ഇഷ്യൂ ആവുന്നുണ്ട്. എന്തെങ്കിലും ആൻജിയോപ്ലാസ്റ്റി അങ്ങനെ എന്തെങ്കിലും മേജർ സർജറി കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവരുടെ റിപ്പോർട്ട് നമ്മളെ ഡോക്ടേഴ്സിനൊന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും. അതിനനുസരിച്ചുള്ള പ്രീമിയം കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവും. നമ്മളെ നോർമൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള നമ്മുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനത്തെ വിഷയമേ അല്ല. നമുക്ക് വിത്തിൻ മാക്സിമം 2 hours അതിനുള്ളിൽ പോളിസി ഇഷ്യൂ ആവുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പം നോർമൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് ക്യാഷുള്ള ആളുകളായിരുന്നു ഇത് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ഇല്ല. കാരണം നമുക്ക് മന്ത്ലി അടക്കേണ്ട ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. മാസത്തില് ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 1500 രൂപ മാറ്റി വെക്കാൻ ഇല്ലാത്തവര് മാസത്തില് വളരെ കുറവാണ്. അങ്ങനെ നമുക്ക് അടക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. ഇപ്പം ക്യാഷ് ഉള്ളവര് ക്യാഷ് ഇല്ലാത്തവര് എന്നുള്ള അങ്ങനെ ഇതില്ല. മോള് എനിക്ക് വേണ്ടി ഒരു കുഞ്ഞു പാട്ടൊക്കെ പാടിത്തരാന്ന് പറഞ്ഞിട്ട് വാ, ഒരു കുഞ്ഞു പാട്ട് എനിക്ക് വേണ്ടി വാ, ഒരു കുഞ്ഞു പാട്ട് പാടിക്കോ. ഏത് വേണമെങ്കിൽ പാടാം. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നൊള്ളാൻ പോകും അഴകിന്നഴകേ, ഉയരങ്ങളിലൂടെ പല നാടുകൾ
കേറി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. അമ്പോ ഇത് ഞെട്ടിച്ചല്ലോ, പ്രതീക്ഷിച്ചില്ല. അപ്പം പാരൻസിന് ഇതുപോലെ തന്നെ കഴിവുണ്ടാവുമല്ലോ. മോള് മാത്രമേ പാടുള്ളൂ എന്ന്. ഓക്കെ, ഒരു ചെറിയൊരു 3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് അതിൽ 2 എണ്ണത്തിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് തരുന്ന മനോഹരമായൊരു സമ്മാനമുണ്ട്. നോവൽസൊക്കെ വായിക്കാറുണ്ടോ? ഞാൻ ബിടെക്കാണ് പഠിച്ചത്. ബിടെക്കിന് ചേരുന്നതിന് മുന്നേ വരെ വായിച്ചിട്ടുണ്ട്, അതിന് ശേഷം ഓക്കെ. ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ഇത് ചോദിക്കാം. യന്ത്രം എന്നൊരു നോവൽ പരമ്പരയുണ്ട്. യന്ത്രം നമ്മൾ അറിയപ്പെടുന്നൊരു ആളെ എഴുതിയതാണ്, ഒരു ജെൻസാണ്. അതും കൂടെ പറയാല്ലേ, ഒരു ചെറിയ ക്ലൂ കൊടുക്കാം. ഒരു ജെൻസാണ്. അപ്പം യന്ത്രം എന്നുള്ള ഒരു നോവൽ പരമ്പര ഇല്ല. അപ്പോൾ കുഴപ്പമില്ല, ഇനിയും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാനൊരു വ്യക്തിയുടെ ഫോട്ടോ കാണിക്കാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഒരു ചെറിയൊരു ക്ലൂ കൂടെ തരാം. ഇദ്ദേഹം ഒരു ആക്ടറാണ്. ഒരു ചെറിയ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കിയോ? ഒരു ഹോളിവുഡ് ആക്ടറാണ്. ഹോളിവുഡ് ആക്ടറാണ്. കാണാൻ നല്ല ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച്. ഇനിയും കാണാം, വീണ്ടും കാണാം. ഒരുപാട് സന്തോഷം കണ്ടതിൽ. മോളുടെ പാട്ട് പൊളിച്ചുട്ടോ. വീണ്ടും കാണണം. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത കണക്ഷനിലേക്ക് പോവാം. ഇനിയും ഓഫറുകൾ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് അടുത്ത ആളുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ കണ്ണൂർ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തൊരു കണക്ഷനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളി നല്ല തിരക്കിലാണെന്ന് തോന്നുന്നല്ലേ, പർച്ചേസിൻ്റെ നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. ഒന്ന് പേര് ചോദിക്കാം. പേരെന്ന് പറയും? നിതിൻ. എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ IT മേഖല. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ബാംഗ്ലൂരാണ്. സ്ഥലം വടകരയാണ്. വടകരയിൽ നിന്ന് കണ്ണൂർ വന്നിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ വൈഫ് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവരിവിടെ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യണം മുമ്പ്. അപ്പം എനിക്ക് തോന്നുന്നു വടകരേനേക്കാളും കൂടുതൽ കമ്പയർ ചെയ്യുമ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് അറിയാമെന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പം ഞാൻ അറിഞ്ഞു ഇവിടെ കുറേ 50% ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടാണെന്ന് തോന്നിയതുകൊണ്ട് ജസ്റ്റ് കൂടുതലായിട്ടൊന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പം ശരിക്കും ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ശരിക്കും ആ വില കാണണമെങ്കിൽ അത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കാണണം. ശരിക്കും വടകരയിൽ അവിടുത്തെ വേറെ സൂപ്പർ മാർക്കറ്റ് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഓഫറുകളും കൂടുതൽ റേറ്റ് കുറവ് എല്ലാ സംഭവങ്ങളും ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്. ശരിക്കും വൈഫിന്റെ നാട് ഇവിടെ തന്നെയാണോ? വൈഫിന്റെ നാട് കണ്ണൂരാണ്. നമ്മൾ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ വന്നാണ്. ഓക്കെ. വൈഫും ഇത് തന്നെ IT ഫീൽഡിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ലല്ല, ഒരു ബിടെക് കഴിഞ്ഞു. ഓക്കെ. ഇപ്പം ജോലിക്കായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഓഫറുകളൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവരെ സ്റ്റാഫൊക്കെ കൂടുതലായിട്ട് സപ്പോർട്ടീവ് ആണ്. ഗ്രീൻസിലെ സ്റ്റാഫൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ്. അതെ, തീർച്ചയായും. ഇനിയും ചൂസ് ചെയ്യോ? ഇനിയും നമ്മളെ തീർച്ചയായും ഇനി ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു കാർഡ് കൂടെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് എനിക്ക് ആവശ്യമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു നമുക്ക് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഗ്രീൻസ് നമുക്ക് വേറെ, അതായത് കേരളത്തിൽ എവിടെയാണ് നമുക്കിത് പർച്ചേസ് ചെയ്യാന്നുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം എവിടെയും ആ ഓരോ ഓഫറുകൾ ഗ്രീൻസിനെ ഞങ്ങൾ വിട്ടില്ല, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ഇതാണ്. അപ്പം ഈ ബാംഗ്ലൂര് കുറെ കാലമായി വർക്ക് ചെയ്യുന്നു? ബാംഗ്ലൂർ കുറച്ചായി. ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? ബാംഗ്ലൂർ എനിക്ക് തോന്നുന്നു 3-4 വർഷമായി. 3-4 വർഷമായിട്ടുണ്ട്. അപ്പം മാരേജ് കഴിഞ്ഞിട്ടാണോ അങ്ങോട്ട് പോയിട്ടുള്ളത്? അല്ലല്ല, മുമ്പ് ഞാൻ അവിടെ പഠനമൊക്കെ അവിടെ കഴിഞ്ഞ് അങ്ങനെ അവിടെ വർക്ക് ചെയ്തത്. അവിടെ തന്നെ IT ഫീൽഡിൽ തന്നെയാണ്? IT അവിടെ തന്നെയാണോ പഠിച്ചത്? അവിടെ തന്നെയാണോ? അതെ. എങ്ങനെ അത് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. എല്ലാവരും ബാംഗ്ലൂർ IT പഠിക്കുന്നു, ഇവിടുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും ബാംഗ്ലൂരാണ് IT നല്ലതെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു അഭിപ്രായം? അതിനെക്കുറിച്ച് കാരണം നമ്മളിപ്പം പൊതുവെ ബാംഗ്ലൂരാണ് IT ഹബ്ബ് എന്ന് അറിയപ്പെടുന്നത്. അതെ, തീർച്ചയായും. നമ്മുടെ ജോലി സാധ്യതകൾ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ നമുക്ക് പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പിന്നെ നമുക്ക് കേരളത്തിൽ പഠിച്ചതിനേക്കാളും എനിക്ക് തോന്നുന്നു
അവിടെ കുറച്ച് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവും. ഓക്കെ ഓക്കെ. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധ്യതകൾ എനിക്ക് തോന്നുന്നു നമുക്ക് കേരളത്തിനേക്കാളും കൂടുതൽ ബാംഗ്ലൂരാണ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ശരിക്കും നമ്മുടെ ഇവിടെ ഇപ്പം കണ്ണൂർ വന്നു കഴിഞ്ഞപ്പോൾ കണ്ണൂരിനെ കുറിച്ച് ജസ്റ്റ് ഒരു നമ്മുടെ വൈഫിൻ്റെ നാട്ടിൽ വന്നതാണല്ലോ. അപ്പം ഈ ഫുഡ് ലെവലിൽ എന്താണ് പറയുക? കോഴിക്കോട് ബെറ്റർ എന്ന് പറയാം. ഓക്കെ ഓക്കെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. നമുക്ക് കോഴിക്കോടൻ ബിരിയാണി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് കോഴിക്കോടാണ്. ബെറ്റർ ആയിട്ട് തോന്നുന്നത് കോഴിക്കോടാണ്. ഓക്കെ, ഞങ്ങൾ ചെറിയൊരു 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. തീർച്ചയായും. അതിനകത്ത് 2 ആൻസർ പറഞ്ഞാൽ മനോഹരമായ ഗ്രീൻ സേഫ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഓക്കെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന്, നോവലുകൾ വായിക്കാറുണ്ട്? നോവൽ മുമ്പൊക്കെ വായിക്കാറുണ്ട്. ഇപ്പം കുറച്ച് കുറവാണെന്ന്. ഇപ്പം ബിസിനസ് ജോലി തിരക്കുള്ള കുറച്ച് സമയം കിട്ടാറില്ല. യന്ത്രം എന്നൊരു നോവൽ പരമ്പര കേട്ടിട്ടുണ്ടോ? യന്ത്രം കേട്ടിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവൽ ത്രയാണ് തന്നെയാണത്, യന്ത്രം എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. അതിന്റെ ഓതറെ റൈറ്ററെ ഒന്ന് നെയിം ഒന്ന് പറയാൻ പറ്റും? പകഴിയാണോ? അല്ല, നമ്മൾ ലേറ്റസ്റ്റ് ആണ്. ഒന്നും കൂടെ നോക്കിയോ. ലേറ്റസ്റ്റ് ആണെങ്കിൽ പരിചയമില്ല. ഇല്ലല്ലേ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിക്കാം. ഈ പോപ്പ് സംഗീതത്തോടും ഇതിനോടൊക്കെ താല്പര്യമുണ്ടോ? പോപ്പ് സംഗീതങ്ങൾ, മ്യൂസിക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഏതാ? മ്യൂസിക് ഞാൻ അധികം നമ്മള് ഇളയരാജ സോങ്സ് പാടുവോ? എന്നാ ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു പാടുന്നയാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാ ഒന്ന് മുന്നോട്ടിരുന്നു, നമുക്ക് വേണ്ടിട്ടൊരു ജസ്റ്റ് ഒരു ചെറിയൊരു 2 ഇളയ നില ഒഴുകിരതേ இதயம் வரை நனைகிறதே புலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே. വളരെ മനോഹരമായിട്ട് പോയി. നമുക്ക് ഇത് ഫുള്ള് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ടൈമിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് മനോഹരമായിട്ടാണ് പാടുന്നത്. വേറെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാറുണ്ടോ? പാട്ട് പാടിയിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഞാനൊരു ചെറിയൊരു ഫോട്ടോ കാണിക്കാം. നമ്മുടെ ഒരു ചിമ്പാൻസിയാണ്. അതൊരു നമ്മുടെ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായൊരു അദ്ദേഹത്തിന്റെ ചിമ്പാൻസിയാണ്. അതിന്റെ ഒന്ന് നെയിം ഒന്ന് പറയാൻ പറ്റുമോ? മൈക്കിൾ ജാക്സന്റെ ചിമ്പാൻസിയാണ് അത് തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പെറ്റ്, അദ്ദേഹത്തിന്റെ ഒരുപാട് ഷോകളിൽ ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം. സോറി, നമ്മുടെ പുള്ളിയാണെന്ന് മനസ്സിലായി. ഓക്കെ, എനിവേ നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് സന്തോഷം മനോഹരമായൊരു പാട്ട് കേട്ടതിന്. ഇനിയും ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഇതുപോലെ നല്ല ഗാനങ്ങൾ. താങ്ക് യു സോ മച്ച്. ഇന്നെല്ലാവരും ഓഫറിൻ്റെ ഒരു ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഓഫറിൻ്റെ ടെൻഷനിലായതുകൊണ്ട് തന്നെ ആരും ആൻസർ പറയുന്നില്ല. എല്ലാവരും ഓഫർ എടുക്കുക, ഗിഫ്റ്റ് വാങ്ങുക. ഞങ്ങൾക്ക് നിങ്ങളുടെ ഗിഫ്റ്റ് വേണ്ട എന്നുള്ളൊരു തിങ്കിങ് ആണെന്ന് തോന്നുന്നു. എനിവേ ഇനിയും അടുത്ത ദിവസം ഞങ്ങൾ നല്ല ഒരുപാട് ചോദ്യങ്ങളായിട്ട് വരും. കുഞ്ഞു ചോദ്യങ്ങൾ. നിങ്ങൾ അതിനനുസരിച്ച് ചെറിയ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഗിഫ്റ്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എനിവേ താങ്ക് യു സോ മച്ച്. വിനിൽ ഗോപിനാഥ്, കണ്ണൂർ വിഷൻ.